ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം ശനിയാഴ്ച. നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗമാണ്. മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? യേശു പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. രക്ഷകന്റെ വരവിന് മുമ്പ് ഏലിയ പ്രവാചകൻ വരേണ്ടിയിരിക്കുന്നു എന്ന യഹൂദരുടെ പ്രതീക്ഷ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുക, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്ത് എന്ന്. പുതിയ നിയമത്തിലെ ഏലിയ എന്നത് സ്നാപക യോഹന്നാനാണ്. നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകന്റെ ദൗത്യം തന്നെയായിരുന്നു സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിലും കാഴ്ചവെച്ചത്. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ ഒരുക്കുക എന്നതായിരുന്നു സ്നാപക യോഹന്നാൻ്റെ ദൗത്യം. മാനസാന്തരത്തിൻ്റെ വലിയ സന്ദേശവുമായിട്ടാണ് സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിൽ അവതരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ഈ വലിയ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിലെ ഏലിയയാണ് സ്നാപക യോഹന്നാൻ. അങ്ങനെ ക്രിസ്തുനാഥൻ ശിഷ്യന്മാരുടെ സംശയം ദൂരീകരിക്കുകയാണ്. യോഹന്നാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ തൻ്റെയും ജീവിതത്തിൽ സംഭവിക്കും എന്നും കൂടി ഈശോ ഈ സുവിശേഷ ഭാഗത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം തിരുവചനത്തിൽ നാം കേൾക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. ഹെറോദസ് രാജാവ് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം നടത്തിയതിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ഈശോ പറയുക, തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ സ്നാപക യോഹന്നാനോട് ചെയ്തു എന്നത്. ഇതുപോലെ തന്നെ മനുഷ്യപുത്രനായ എനിക്കും പീഡകൾ ഉണ്ടാകും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുനാഥൻ്റെ ഇഹലോക ജീവിതത്തിലൂടെ സംഭവിക്കുക. ഈ ആഗമനകാലത്തിൽ കർത്താവിൻ്റെ ജനന തിരുനാളിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈശോനാഥൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ഈശോ ജന്മം കൊള്ളുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ എന്നും ക്രിസ്തുനാഥൻ്റെ വഴികൾ പിഞ്ചെല്ലാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ എന്നും പ്രാർത്ഥിക്കാം.